നമസ്കാരം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആഭിചാരം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുപാത്രം ചെയ്തിട്ടുണ്ടോ? ഇത്തരം സംശയങ്ങൾ പലർക്കും ഉള്ളതാണ്. പലരും ഇവിടെ വിളിച്ച് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ, അത് ആഭിചാരമായിക്കൊള്ളട്ടെ, ദുർമന്ത്രവാദമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കൂടുപാത്രമായിക്കൊള്ളട്ടെ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടോ എന്നെങ്ങനെ തിരിച്ചറിയാം? എന്താണ് ഈ ആഭിചാര കർമ്മങ്ങൾ അല്ലെങ്കിൽ കൂടുപാത്രം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതൊക്കെ സത്യമാണോ? നിനക്കുള്ള വസ്തുതകളുണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ ഈ വിഷയത്തെ പറ്റി. ഏറെ സങ്കീർണവും ഭയപ്പെടുന്നതും എന്നാൽ വിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആഭിചാര കർമ്മങ്ങൾ അല്ലെങ്കിൽ കൂടുപാത്രം എന്ന് പറയുന്നത്. അതിനെ വിശ്വസിക്കുന്നവരുണ്ട്, അവിശ്വസിക്കുന്നവരുണ്ട്. എങ്കിൽ പോലും വിശ്വസിക്കുന്നവരാണ് ഏറെയും. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പാടെ തകർക്കുവാനും അല്ലെങ്കിൽ വളരെ ഉയർച്ചയിൽ നിൽക്കുന്ന ഒരാളെ ഒന്നുമല്ലാതാക്കുവാനും ശാരീരികവും മാനസികവുമായി തകർക്കുവാൻ വരെ കഴിയുന്ന ഇത്തരം പ്രയോഗങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ട്, പലരും അനുഭവിച്ചു വരുന്നുമുണ്ട്. ഈ വിഷയത്തെപ്പറ്റി നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ആഭിചാര കർമ്മങ്ങൾ അല്ലെങ്കിൽ കൂടുപാത്രം എന്ന് പറഞ്ഞാൽ, കൃത്യമായ വിധിപ്രകാരം ദുർദേവതകളെ സാന്നിധ്യപ്പെടുത്തി അല്ലെങ്കിൽ ദുർദേവതാ ഭൂതഗണങ്ങളെ സാന്നിധ്യപ്പെടുത്തി ആ ദേവതകളെ പൂജ ചെയ്തുകൊണ്ട് അതിൻ്റെ സാന്നിധ്യങ്ങളെ യന്ത്രങ്ങളിലോ തകിടുകളിലോ നാണയങ്ങളിലോ എന്തിന് മഞ്ചാടിക്കുരുവിൽ വരെ ആവാഹനം ചെയ്ത് നമ്മൾ വസിക്കുന്ന ഭൂമിയിലോ നമ്മുടെ കർമ്മ മേഖലയിലോ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും ആ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നമ്മുടെ കർമ്മമണ്ഡലത്തിലേക്ക് വ്യാപിക്കുകയും അവിടെ നിലനിൽക്കുന്ന പോസിറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി അവിടെ നെഗറ്റീവ് എനർജി ആധിപത്യം സ്ഥാപിക്കുകയും നമുക്ക് അനുകൂലമായി വരേണ്ട സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയും നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ഈശ്വരാധീനം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി പൂർണ്ണമായും ഇല്ലാതായി നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം നെഗറ്റീവായി പൂർണ്ണമായും നമ്മൾ ഡൗൺ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് ആഭിചാര കർമ്മങ്ങൾ അല്ലെങ്കിൽ കൂടുപാത്രം എന്ന് പറഞ്ഞാൽ. അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. വശ്യമുണ്ട്, വിദ്വേഷണമുണ്ട്, സ്തംഭനമുണ്ട്, ബന്ധനമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മാരണമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്തു വിടുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി ഞാനൊന്ന് വിശദമായിട്ട് പറയാം. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലെ ഇത്തരത്തിലുള്ള അഭിചാര കർമ്മങ്ങൾ ആരെങ്കിലും ചെയ്തു കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് യന്ത്രത്തകിടുകളിലോ വേണമെങ്കിൽ ഒരു നാണയത്തിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിടാം. യാദൃശ്ചികമായി നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ നാണയം കിട്ടുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അല്ലെങ്കിൽ മഞ്ചാടിക്കുരു, ആ പരിസരത്ത് ഒരു മഞ്ചാടി മരം പോലും ഇല്ലായിരിക്കാം. മഞ്ചാടിക്കുരു നിരന്തരമായിട്ട് നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ നിന്ന് കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അത്തരത്തിൽ നമ്മുടെ വീട്ടില് കാണുവാൻ സാധിക്കാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ നമുക്ക് യാദൃശ്ചികമായി തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ചില സാധനങ്ങളിലാണ് ഇത്തരം വസ്തുതകൾ ചെയ്ത് വെക്കുന്നത്. ഇത്തരം നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് എത്തിയാൽ അത് ചിലപ്പോൾ ദുർബാധകളെയാണ് ആവാഹനം ചെയ്ത് ഇത്തരം നെഗറ്റീവ് എനർജികളെ നമ്മുടെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലേക്ക് കടത്തിവിടുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ മൊത്തത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവും. എല്ലാവർക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വീട്ടിൽ മൊത്തത്തിലൊരു ശ്മശാന മൂകത അനുഭവപ്പെടും. പ്രധാനമായിട്ട് ഇത് ആദ്യം ബാധിക്കുന്ന വീട്ടിലെ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിരന്തരമായിട്ട് അസുഖങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ മരണപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. പിന്നീട് വീട്ടിലെ ആൾക്കാർക്ക് തന്നെ പരസ്പരം വിദ്വേഷങ്ങൾ ഉണ്ടാവും. വീട്ടിൽ എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം, ഒരു അദൃശ്യമായ രൂപം ആ വീട്ടിൽ ഉള്ളതായിട്ട് വീട്ടിലുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ശ്മശാനമുഖമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും വീട്ടിലുണ്ടാവുന്നത്. അതുപോലെ തന്നെ മാംസം കത്തുന്ന ഗന്ധം ചിലപ്പോഴൊക്കെ വീട്ടിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. വീട്ടിലുള്ള അംഗങ്ങൾ തമ്മിൽ പരസ്പരം വിദ്വേഷങ്ങളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ വളരെ ഐക്യതയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിച്ചു വന്നിരുന്ന ആൾക്കാർ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ചു തുടങ്ങുമ്പോൾ അത് കലഹത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം പ്രശ്നങ്ങൾ, അതേപോലെ വീട്ടിലുള്ളവർക്ക് രോഗങ്ങളൊക്കെ വന്നാൽ ഈ അസുഖങ്ങൾക്ക് നമ്മൾ ചികിത്സ തേടിയാലും പൂർണ്ണമായിട്ടും രോഗം മാറാത്ത സാഹചര്യങ്ങൾ, സാമ്പത്തികമായിട്ട് വളരെ വലിയ തകർച്ചകൾ ഉണ്ടാവുക, നല്ല രീതിയിൽ സാമ്പത്തികമായ അഭിവൃദ്ധി വന്നുകൊണ്ടിരുന്ന കുടുംബത്തില്
വരുവനേക്കാൾ ഇരട്ടി ചിലവ് ആകുന്ന ഒരു സാഹചര്യം. ഒരു 1000 രൂപ വീട്ടിലേക്ക് വന്നാൽ 1500 രൂപയുടെ ചിലവ് ഉടനെ തന്നെ വന്നു കയറുന്ന ഒരു സാഹചര്യം, നമ്മൾ കടുത്ത കടബാധ്യതകളിലേക്ക് ചെന്ന് എത്തപ്പെടുന്ന സാഹചര്യം, ഇത്തരം പ്രശ്നങ്ങളെല്ലാം അഭിചാര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യങ്ങൾ വീട്ടിലുണ്ടായാൽ പൊതുവായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഒരാളുടെ ജീവനും സ്വത്തിനും വരെ ഹാനി സംഭവിക്കുവാൻ തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ഇത്തരത്തിലുള്ളതെന്ന് നാം ഓർക്കണം. എന്നാൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇതിന്റെ തിരിച്ചടി ഉണ്ടാവുമോ? പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ഉണ്ടാവും. ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരാൾ അയാളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ദുർമന്ത്രവാദ ക്രിയകൾ മറ്റൊരാളുടെ സ്വസ്ഥ ജീവിതത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, അത്തരം അവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തിപ്പെടുമ്പോൾ അവൻ ഈശ്വരവിശ്വാസമുള്ളവനായിരിക്കാം, ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളായിരിക്കാം, വീട്ടിൽ നിത്യം വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്ന ഒരാളാണെങ്കിൽ അത്തരം ദുർവിധിയിൽ നിന്നും കരകയറുവാനുള്ള ഒരു സാഹചര്യം അയാൾക്കുണ്ടാവുകയും ഇത് അനുഭവിക്കുന്ന വ്യക്തിക്ക്, ഇത്തരം ദുർമന്ത്രവാദം ചെയ്തു വെച്ചത് അനുഭവിക്കുന്ന വ്യക്തിക്ക് അതിൽ നിന്നും കരകയറുവാനായിട്ട് എന്തെങ്കിലും ഒരു സാധ്യത ഈശ്വരനായിട്ട് തെളിയിച്ചു കൊടുക്കും. ആ സാധ്യതയിലൂടെ ഇത്തരം ദുരിതങ്ങൾ കണ്ടെത്തുകയും അത്തരം ദുരിതങ്ങളെ ഒരു ആചാര്യന്റെ സാന്നിധ്യത്തിൽ ആവാഹന ഉച്ചാടനാദികൾ ചെയ്ത് തിരിച്ചു വിടുകയും ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്ന കർമ്മിയേക്കാൾ ഇത് ചെയ്യിക്കുന്ന ആളിലേക്കാണ് അത് ആദ്യം ചെന്ന് തിരിച്ചെടുക്കുന്നത്. കാരണം ഇത് ചെയ്യുന്ന കർമ്മിക്ക് ചിലപ്പോൾ ഉപാസനാ ബലവും മറ്റും ഉണ്ടായിരിക്കും. അയാൾ പിൽക്കാലത്ത് ഇതിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമെങ്കിലും നിലവിൽ അയാളുടെ ആത്മബലത്തിന് മുന്നിൽ ചിലപ്പോൾ അയാൾക്ക് വലിയ ദുരിതങ്ങൾ ഇല്ലാതെ പോവുകയും, എന്നാൽ യാതൊരു പിൻബലവുമില്ലാതെ ഓരോ ആൾക്കാരെ കണ്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നവരുടെ ജീവിതത്തിലേക്ക് ഇത്തരം ദുരിതങ്ങൾ വന്ന് ഭവിക്കുകയും അവർക്കത് തിരിച്ചടിയായി വരികയും ചെയ്യും. പിന്നീട് എല്ലാത്തിനും മുകളിൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ചൈതന്യമുണ്ട്. നാം ഒരാളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ ഒരാളുടെ ജീവിക്കുവാനുള്ള അവകാശത്തിന്മേലോ നമ്മൾ അനാവശ്യമായി കടന്നു ചെന്ന് ഉപദ്രവങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ സമയത്തിന്റെ അനുകൂലതയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വ്യക്തിയുടെ സമയദോഷത്തിന്റെ അനുകൂലതയിലായിരിക്കാം ചിലപ്പോൾ അയാൾക്ക് ആ ദുരിതങ്ങൾ വന്ന് ഭവിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് നല്ലൊരു ഈശ്വരാധീനത്തിലേക്ക് അയാൾ എത്തുമ്പോൾ ഈ ചെയ്ത കർമ്മഫലം തിരിച്ചു വരുമെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഇത്തരം ദുരിതങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ആർക്കെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പ്രതിവിധികൾ ചെയ്ത് നമുക്ക് ആ ദുരിതങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തി നേടുവാനായിട്ട് സാധിക്കുന്നതാണ്. അഭിചാരമോ ദുർമന്ത്രവാദമോ കൂടോത്രമോ എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് ഓടി ഒളിക്കുകയല്ല ചെയ്യേണ്ടത്. അത്തരം ബുദ്ധിമുട്ടുകൾ വന്നാൽ അതിനെ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാവുന്നതും പിന്നീട് അത്തരം ദുരിതങ്ങൾ വീട്ടിൽ വരാതിരിക്കുവാനായിട്ട് നമ്മുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിത്യം നാമജപവും മന്ത്രോപാസനയും ക്ഷേത്രദർശനവും ഒക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വീട്ടിലുണ്ടാവുന്ന ഇത്തരം നെഗറ്റീവ് എനർജികളെ എപ്രകാരം നമുക്ക് ഇല്ലാതാക്കാമെന്നുള്ളതിനെ പറ്റി നമുക്ക് തന്നെ ചെയ്യാവുന്ന ചെറിയ പ്രയോഗങ്ങളെ പറ്റി ഞാൻ മുൻപുള്ള വീഡിയോകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്തരം പ്രയോഗങ്ങൾ ചെയ്ത് നോക്കാവുന്നതും ഏറെക്കുറെ പ്രശ്നങ്ങളൊക്കെ അത്തരം പ്രയോഗങ്ങളിലൂടെ തന്നെ പൂർണ്ണമായിട്ടും മാറുന്നതുമായിരിക്കും. പിന്നീട് നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ആദേശമുണ്ടായാൽ പ്രധാനമായിട്ടും അത് ബാധിക്കുന്നത് അവിടുത്തെ സാമ്പത്തിക ക്രമത്തെയാണ്. അനാവശ്യമായ ചെലവുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടുത്തെ യന്ത്ര സാമഗ്രികൾക്കൊക്കെ പെട്ടെന്ന് തകരാറുകൾ സംഭവിക്കും. അതുപോലെ തന്നെ ജീവനക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ജീവനക്കാർ നിത്യമായിട്ട് എത്താത്തൊരു സാഹചര്യം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കൃത്യമായും പരിഹരിച്ചു പോകാവുന്നതേ ഉള്ളൂ. അതും ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഇത്തരം നെഗറ്റീവായിട്ടുള്ള എനർജികൾ അല്ലെങ്കിൽ അഭിചാര ക്രിയകൾ ഒരു വ്യക്തിയിലേക്ക് വന്ന് ഭവിച്ചാൽ അയാൾക്ക് വളരെ വലിയ വിഷാദമായൊരവസ്ഥ, അയാളുടെ വളരെ ഊർജ്ജസ്വലമായി നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സൈലന്റ് ആയി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും.
അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നെങ്കിൽ നല്ല ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിലോ ഒക്കെ ഒന്ന് ദർശനം നടത്തി അവിടുത്തെ അഭിഷേക തീർത്ഥങ്ങളൊക്കെ ഒന്ന് സേവിക്കുകയാണെങ്കിൽ നമ്മളിൽ നിൽക്കുന്ന നെഗറ്റീവ് എനർജികളൊക്കെ ഏകദേശം നമ്മളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഭയപ്പെടാതെ തന്നെ നമുക്ക് തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അതിന് വിദ്യാമണ്ണമുള്ള പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ വേണ്ട വിദ്യാമണ്ണമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.